നമ്മളൊരു പുതിയ സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്, സെമസ്റ്റർ 4. ഇപ്പോൾ സെമസ്റ്റർ 4-ൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കമ്പ്യൂട്ടർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ഓഫീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് എന്ന് പറയുമ്പം പ്രാക്ടിക്കലും കാണും, അതുപോലെ തന്നെ തിയറി പേപ്പറും ഉണ്ട്. നമ്മൾ 3rd സെമസ്റ്ററിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് പഠിച്ചായിരുന്നു. അതും തിയറി ആൻഡ് പ്രാക്ടിക്കൽ പേപ്പറായിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ഓഫീസ് എന്ന് പറയുന്ന നിങ്ങളുടെ 4th സെമസ്റ്ററിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ഓഫീസിനകത്ത് പഠിക്കാനുള്ളത് വേഡ് പ്രോസസ്സിംഗ് പാക്കേജുകളാണ്. വേഡ് പ്രോസസ്സിംഗ് പാക്കേജ് എന്ന് പറയുമ്പം MS വേഡ്, MS എക്സൽ, MS പവർ പോയിൻ്റ്, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആയ പേജ് മേക്കർ, ഇതൊക്കെയാണ് നിങ്ങൾ ഈ സെമസ്റ്ററിൽ, അതായത് സെമസ്റ്റർ 4ൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വേഡ് പ്രോസസ്സിംഗ് പാക്കേജസ് MS വേഡ് 2013. അപ്പം MS വേഡ് 2013 കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം വേഡ് പ്രോസസ്സിംഗ് പാക്കേജസ് ജസ്റ്റ് എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് പാക്കേജായ MS വേഡ് നോക്കും. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേജ് മേക്കറാണ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ, 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റാണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പം MS എക്സലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. MS ഓഫീസിൻ്റെ പാക്കേജിലെ ഒരു സ്യൂട്ടായ MS എക്സലിനെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 3-കകത്ത് പഠിക്കുന്നത്. അതുപോലെ തന്നെ 4th മൊഡ്യൂളിനകത്ത് നമ്മുടെ എക്സലിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ MS പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ 5th മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ആകെ 5 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. മൊഡ്യൂൾ ഫസ്റ്റ് വേഡ് പ്രോസസ്സിംഗ് പാക്കേജ്. ഇപ്പം ഒരു വേഡ് പ്രോസസ്സിംഗ് പാക്കേജിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ട് മൊഡ്യൂൾ ഫസ്റ്റിനകത്ത്. പേജ് നമ്പർ 7. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രോ തന്നിട്ടുണ്ട്. ലെറ്റ് us consider a typical office scene. Many letters or documents are typed in the office. The typist first type a draft copy of the letter. The officer checks mistakes regarding spelling, errors, missing words, etc. and suggests corrections. The typist will finally draft the final copy of letter. This is a simple example of word processing. ഇപ്പോൾ ഒരു വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളിനെ കുറിച്ചാണ് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. നമ്മൾ സാധാരണ വേഡ് പ്രോസസ്സിംഗ് പാക്കേജുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ലെറ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കുന്നത് ഈ വേഡ് പ്രോസസ്സിംഗ് പാക്കേജുകളാണ്. ഫസ്റ്റ് നമ്മളൊരു ലെറ്റർ എഴുതുവാണെങ്കിൽ ആദ്യമേ ഡ്രാഫ്റ്റ് കോപ്പി എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഓഫീസർ മിസ്റ്റേക്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് മിസ്സിങ് വേർഡ്സൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് കറക്ഷൻ കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു വേഡ് പ്രോസസ്സിംഗ് പാക്കേജിൻ്റെ എക്സാമ്പിളാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഇൻട്രോയുടെ പാരഗ്രാഫിനകത്ത് പറഞ്ഞേക്കുന്നത്. ദെയർ ആർ മെനി സോഫ്റ്റ്വെയർ പാക്കേജ് ടു ഡു ദ ജോബ് ഓഫ് വേഡ് പ്രോസസ്സിംഗ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു ടൈപ്പിസ്റ്റ് ഒരു ലെറ്ററിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി എടുത്ത് അതിൻ്റെ മിസ്റ്റേക്കുകൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒത്തിരി സോഫ്റ്റ്വെയർ പാക്കേജസ് അവൈലബിൾ ആണ്. അതായത് വേഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി നമുക്ക് ഒത്തിരി സോഫ്റ്റ്വെയർ പാക്കേജസ് അവൈലബിൾ ആണ്. സം ഓഫ് ദം വർക്ക് ഇൻ DOS എൻവയോൺമെൻറ്റ്. എക്സാമ്പിൾസ് ആർ വേഡ് സ്റ്റാർ, വേഡ് പെർഫെക്റ്റ്, പ്രൊഫഷണൽ റൈറ്റർ. ഇപ്പം ചില വേഡ് പ്രോസസ്സിംഗ് പാക്കേജുകൾ എന്ന് പറയുമ്പോൾ DOS എൻവയോൺമെൻറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തേക്കുന്ന വേഡ് സ്റ്റാറും വേഡ് പെർഫെക്റ്റും പ്രൊഫഷണൽ റൈറ്റർ എന്നൊക്കെ പറയുന്നത്. Likewise, the software for word processing which works in Windows is MS Word. ഇപ്പോൾ വേഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വിൻഡോസിലെ MS Word തന്നെയാണ്. അപ്പം MS Word എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ പാക്കേജ് നിങ്ങൾ
കേട്ടിരിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെമിനാറിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിലോ സാധാരണ നമ്മൾ MS വേർഡാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഒട്ടുമിക്ക പേരും തന്നെ MS വേർഡ് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കാം. MS വേർഡ് എന്താണെന്ന് ജസ്റ്റ് അറിയാവുന്നവരായിരിക്കാം. അപ്പം MS വേർഡിനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. The term word processing was invented by IBM in the late 1960s. അപ്പം വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ വേർഡ് കണ്ടുപിടിച്ചത് 1960 IBM ആണ്. വേർഡ് പ്രോസസ്സിംഗ് ഈസ് സിംപ്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു പ്രിപ്പയർ ഡോക്യുമെൻ്റ്. അപ്പം നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നേക്കുന്നത് ഒരു വേർഡ് പ്രോസസ്സർ എന്താണെന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. എ വേർഡ് പ്രോസസ്സർ ഈസ് എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനി സോർട്ട് ഓഫ് പ്രിൻ്റബിൾ മെറ്റീരിയൽ. ദ പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് കമ്പോസിങ്, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് ദ ഡോക്യുമെൻ്റ്. അപ്പം ഒരു വേർഡ് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പ്രിൻ്റബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വേർഡ് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മളെന്താ ഒരു പ്രിൻ്റബിൾ മെറ്റീരിയലിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുന്നതിനെയും എഡിറ്റ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യുന്നതിനെയും ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുന്നതിനെയും ഒക്കെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പം സിംപിളി വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കമ്പ്യൂട്ടറിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നതെങ്കിൽ, വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. എന്താ, ഒരു പ്രിൻ്റബിൾ മെറ്റീരിയലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പോസ് ചെയ്യുന്നതാകാം, എഡിറ്റ് ചെയ്യുന്നതാകാം, ഫോർമാറ്റ് ചെയ്യുന്നതാകാം, എന്തും വേണമെങ്കിലും എന്താ പ്രൊഡക്ഷന് നമുക്ക് വിളിക്കാം. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് MS വേർഡ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. MS വേർഡ് ഇസ് എ പാർട്ട് ഓഫ് ബിഗ്ഗർ പാക്കേജ് കോൾഡ് MS ഓഫീസ്. അപ്പോൾ MS വേർഡ് എന്ന് പറയുന്നത് MS ഓഫീസ് എന്ന് പറയുന്ന ഒരു ബിഗ്ഗർ പാക്കേജിൻ്റെ ഒരു പാർട്ടാണ് MS വേർഡ് എന്ന് പറയുന്നത്. ദ MS ഓഫീസ് സ്യൂട്ട് റെഫേഴ്സ് ടു ദ ബണ്ടിൽ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ MS ഓഫീസിനകത്ത് എന്താ, ഈ ഓഫീസ് സ്യൂട്ടിനകത്ത് എന്താ ബണ്ടിൽ സെറ്റ് ഓഫ് ഒത്തിരി ആപ്ലിക്കേഷനുകൾ കാണും. ഈ ആപ്ലിക്കേഷനുകളിലെ എല്ലാം കൂടെയാണ് നമ്മൾ എന്താ MS ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം ഈ MS ഓഫീസിൻ്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ അത് മൈക്രോസോഫ്റ്റ് വേർഡാകാം, മൈക്രോസോഫ്റ്റ് എക്സൽ ആകാം, മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആകാം. ഇതൊക്കെ എന്താ MS ഓഫീസ് എന്ന് പറയുന്ന ബിഗ്ഗർ പാക്കേജിനകത്ത് ഉള്ളതാണ്. പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ്. അപ്പം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസാണ് ഒരു ബിഗ്ഗർ പാക്കേജാണ് MS ഓഫീസ്. ദ വേർഷൻ ഓഫ് ഓഫീസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ഇൻ August 1, 1981. അപ്പോൾ ഈ MS ഓഫീസിൻ്റെ ഫസ്റ്റ് വേർഷൻ മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തത് 1981 August 1-നാണ്. നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 ഓഫീസ് 12.0 എന്നറിയപ്പെടുന്നു. 2007 അത് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2010 മൈക്രോസോഫ്റ്റ് ഓഫീസ് 2010 എന്ന് പറയുന്നത് 2013 June 5-നാണ് റിലീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MS ഓഫീസിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ വേർഡ് പ്രോസസ്സർ എന്താണെന്ന് കണ്ടു, വേർഡ് പ്രോസസ്സിങ് എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. മോസ്റ്റ് വേർഡ് പ്രോസസ്സർ അവൈലബിൾ ടുഡേ അലോസ് മോർ ദാൻ ജസ്റ്റ് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ MS വേർഡ് പ്രോസസ്സർ എന്ന് പറയുമ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും
വേഡ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. ദേ ഹാവ് വൈഡ് റേഞ്ച് ഓഫ് അതർ ടൂൾസ് ആൻഡ് ഫങ്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഫോർമാറ്റിംഗ് ദ ഡോക്യുമെൻറ്റ്സ്. ദ ഫോളോവിങ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ വേഡ് പ്രോസസ്സർ. അപ്പോൾ എന്താ, അതുപോലെ തന്നെ നമ്മുടെ വേഡ് പ്രോസസ്സിംഗ് പാക്കേജിനകത്ത് വൈഡ് റേഞ്ച് ഓഫ് അതർ ടൂൾസ് ഉണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൈഡ് റേഞ്ച് ഓഫ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വേഡ് പ്രോസസ്സറിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ തന്നേക്കുന്ന 7 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഫീച്ചേഴ്സ് ഓഫ് വേഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പേജ് നമ്പർ 8 നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഈസ് ടൈപ്ഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ, ദ ഓൾട്ടർനേഷൻ ക്യാൻ ബി മെയ്ഡ് ഈസിലി. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഈസി ആയിട്ട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൾട്ടർനേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ടെക്സ്റ്റിന് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേഡ് പ്രോസസ്സറിൽ ടൈപ്പ് ചെയ്യാൻ ഈസിയാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ക്യാൻ ബി ഇൻസേർട്ടഡ്, എഡിറ്റഡ് ഓർ ഡിലീറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ വേഡ് പ്രോസസ്സിംഗ് പാക്കേജിനകത്ത് നമുക്ക് വേഡ്സിനെ സെൻറ്റൻസിനെയൊക്കെ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വേഡ് ഇൻസേർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് അടുത്ത വേഡ് പ്രോസസ്സിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പാരഗ്രാഫ്സ് ഓഫ് ടെക്സ്റ്റ് ക്യാൻ ബി കോപ്പീഡ് ഓർ മൂവ്ഡ് വിതിൻ ദ ഡോക്യുമെൻ്റ്. അപ്പോൾ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിനുള്ളിൽ തന്നെ നമുക്ക് പാരഗ്രാഫിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ കോപ്പി ചെയ്ത് മൂവ് ചെയ്യാനുള്ള സംവിധാനവും ഈ വേഡ് പ്രോസസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, മാർജിൻസ് ആൻഡ് പേജ് ലെങ്ത് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആസ് വി ഡിസയർ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ പേജിന് മാർജിൻസും അതുപോലെ തന്നെ പേജ് ലെങ്തും കൊടുക്കുവാൻ ഈസിയാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, സ്പെല്ലിംഗ് ക്യാൻ ബി ചെക്ക്ഡ് ആൻഡ് മോഡിഫൈഡ് യൂട്ടിലിംഗ് ദ സ്പെൽ ചെക്ക് ഫെസിലിറ്റി. സ്പെൽ ചെക്ക് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിന് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ഡോക്യുമെൻ്റ് ഓർ ഫയൽസ് ക്യാൻ ബി മെർജ്ഡ്. അതുപോലെ തന്നെ നമ്മൾ വേഡ് പ്രോസസ്സിംഗ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒത്തിരി ഡോക്യുമെൻറ്റ്സും ഫയൽസും മെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർക്കാം അല്ലേ. ഒന്നിച്ച് ഫയൽസിനെയും ഡോക്യുമെൻറ്റ്സിനെയൊക്കെ ഒരുമിച്ച് ഒറ്റ ഫയലായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ലെറ്റേഴ്സ് എൻവലപ്പ് ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് അഡ്രസ്സസ് ത്രൂ മെയിൽ മെർജ് ഫെസിലിറ്റി. അപ്പം മെയിൽ മെർജ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി യൂസ് ചെയ്ത് നമുക്ക് എന്തേലും കത്ത് അല്ലെങ്കിൽ എൻവലപ്സ് എഴുതണമെങ്കിലും ഡിഫറെൻറ്റ് അഡ്രസ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം മെയിൽ മെർജിങ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ലെറ്റർ എഴുതുന്നത് ഒരേ ലെറ്റർ തന്നെ ഒന്നിലധികം പേർക്ക് അയക്കണമെങ്കിൽ നമ്മൾ മെയിൽ മെർജ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അയക്കുന്ന കത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം ഒന്നായിരിക്കും, പക്ഷേ അഡ്രസ്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പം നമ്മുടെ വേഡ് പ്രോസസ്സിംഗ് പാക്കേജ് മെയിൽ മെർജ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. ആ ഫെസിലിറ്റി യൂസ് ചെയ്ത് നമുക്ക് സെയിം കണ്ടൻറ്റ് ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വേഡ് പ്രോസസ്സിംഗ് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ പഠിച്ചോണെ എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് MS വേഡ് എന്താണെന്നാണ്. ഇപ്പം നമ്മൾ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ പറഞ്ഞു. ഇപ്പം നമ്മൾ വേഡ് പ്രോസസ്സറിൻ്റെ ഒരു പാക്കേജാണ് MS വേഡ് എന്ന് പറയുന്നത്. MS വേഡ് എന്ന് പറയുന്ന ഒരു വേഡ് പ്രോസസ്സറാണ്. അപ്പം MS വേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് MS വേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. MS വേഡ് നോട്ട് ഓൺലി സപ്പോർട്ട് വേഡ് പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് ബട്ട് ഓൾസോ DTP ഫീച്ചേഴ്സ്. അപ്പം നമ്മുടെ MS വേഡ് എന്ന് പറയുന്നത് വേഡ് പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് മാത്രമല്ല, അല്ലാതെ DTP ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് MS വേഡ് ആർ ലിസ്റ്റഡ് ബിലോ. അപ്പോൾ MS വേഡിൻ്റെ സം ഓഫ് ദ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. യൂസിങ് വേഡ് യു ക്യാൻ ക്രിയേറ്റ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് എഡിറ്റ് ദം ലേറ്റർ as and when required.
ബൈ ആഡിങ് മോർ ടെക്സ്റ്റ്, മോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ്, ഡിലീറ്റിംഗ്, മൂവിങ് സം പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം നമ്മൾ വേർഡ് യൂസ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അതിനെ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നമുക്ക് എന്താ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റുകൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഡോക്യുമെൻറ്റ്സിലേക്ക് ആഡ് ചെയ്യാനും, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ എന്താ നമ്മൾ ഇപ്പം നേരത്തെ എഡിറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിൻ്റെ പാർട്ട് ഡിലീറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ ഈ വേർഡ് യൂസ് ചെയ്ത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞേക്കുന്നത്. ഇനി സെക്കൻഡ് ഫീച്ചർ, മാർജിൻസ് ആൻഡ് പേജ് ലെങ്ത് ക്യാൻ ബി അഡ്ജസ്റ്റ് ആസ് വി ഡിസയർ. അതുപോലെ തന്നെ നമുക്കെന്താ നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻസ് അനുസരിച്ച് നമ്മുടെ മാർജിൻസിനെയും അതുപോലെ തന്നെ പേജ് ലെങ്ത്സിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ പറഞ്ഞേക്കുന്നത്. ചേഞ്ചിങ് ദ സൈസ് ഓഫ് മാർജിൻസ് കാൻ റീഫോർമാറ്റഡ് എ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ഓർ പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പം നമ്മളൊരു മാർജിൻ്റെ സൈസ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡോക്യുമെൻറ്റിൻ്റെ തന്നെ ഒരു അപ്പിയറൻസ് തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ മാർജിൻസിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം MS വേർഡിനകത്ത് ഉണ്ട്. നെക്സ്റ്റ് പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നത് പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ക്യാൻ ബി കോപ്പീഡ് ഓർ മൂവ്ഡ് ആൻഡ് ഫോർമാറ്റഡ് വിത്തിൻ ദ ഡോക്യുമെൻ്റ്. അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലുള്ള പാരഗ്രാഫിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാനുള്ള സംവിധാനവും MS വേർഡിനകത്തുണ്ട്. അപ്പോൾ ഈ MS വേർഡിൻ്റെ ഫീച്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്പെല്ലിംഗ് ക്യാൻ ബി ചെക്ക്ഡ് ആൻഡ് കറക്ഷൻ ക്യാൻ ബി മെയ്ഡ് ഓട്ടോമാറ്റിക്കലി ഇൻ ദ എൻറ്റയർ ഡോക്യുമെൻറ്റ്. വേർഡ് കൗണ്ട് ആൻഡ് അതർ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ജനറേറ്റഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് പറഞ്ഞേക്കുന്നത് നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് കറക്ഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് എഴുതുവാണെങ്കിൽ നമ്മൾ സ്പെല്ലിങ് തെറ്റാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ MS വേർഡിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡിൻ്റെ കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം MS വേർഡിനകത്തുണ്ട്. യുവർ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോഗ്രാം പ്രൊവൈഡ്സ് ടൂൾസ് ദാറ്റ് help you correct their mistake faster. We can easily see potential mistake while you work. With the help of you correct this mistake faster. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞ് നമ്മുടെ മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ക്യാൻ ബി ഫോർമാറ്റഡ് ഇൻ കോളംനാർ സൈസ്. As we seen in the newspaper, the appearance of text can be easily changed by changing fonts. Font size and type of fonts can also changed. Page numbers and header and footer can be included. അപ്പം നമുക്ക് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നത് പോലെ തന്നെ കോളംനാർ സൈസിലൊക്കെ നമുക്ക് ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ്, അതായത് ഫോൺസിനെ ചേഞ്ച് ചെയ്യുവാനും അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനും പേജ് നമ്പറുകളും ഹെഡറുകളും ഫൂട്ടറുകളും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് അടുത്ത ഫീച്ചർ, MS വേർഡിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഉണ്ട് ടേബിൾസ് ക്യാൻ ബി മെയ്ഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിനുള്ളിൽ തന്നെ ടേബിൾസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്ലി ടെക്സ്റ്റ് ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു ടേബിൾ. അപ്പം നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ വേണമെങ്കിൽ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും വേർഡിനകത്തുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, സെവൻത് പോയിൻ്റ് നോക്കിക്കേ. വേർഡ് ഓൾസോ അലൗസ് ദ യൂസർ ടു മിക്സ് ദ ഗ്രാഫിക്കൽ പിക്ചേഴ്സ് വിത്ത് ദ ടെക്സ്റ്റ്. ഗ്രാഫിക്കൽ പിക്ചേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ വേർഡ് ഇറ്റ്സെൽഫ് ഓർ ക്യാൻ ബി ഇമ്പോർട്ടഡ് ഫ്രം ഔട്ട്സൈഡ് ലൈക്ക് ക്ലിപ്പ് ആർട്ട് ഗാലറി. അതുപോലെ തന്നെ നമുക്ക് വേർഡിനകത്ത് നമുക്കൊരു ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ ഗ്രാഫിക്കൽ പിക്ചറുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ
അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിപ്പാർട്ട് ഗാലറി എന്ന് പറയുന്നതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്രാഫിക്കൽ പിക്ചേഴ്സൊക്കെ ഇടാനുള്ള സംവിധാനം MS വേർഡിനകത്തുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് വേർഡ് ഓൾസോ പ്രൊവൈഡ്സ് ദ മെയിൽ മെർജ് ഫെസിലിറ്റി. വി യൂസ് ദിസ് സെൻഡ് പേഴ്സണലൈസ്ഡ് മെയിൽ ഓർ ഇമെയിൽ ടു റെസിപ്പിയൻസ് ഇൻ യുവർ അഡ്രസ് ലിസ്റ്റ്. ഈച്ച് മെസ്സേജ് ഹാസ് സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ എറ്റ് ദ കണ്ടന്റ് ഓഫ് ഈച്ച് മെസ്സേജ് വിൽ ബി യുണീക്ക്. അപ്പം നമുക്ക് വേർഡിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത ഫെസിലിറ്റിയാണ് മെയിൽ മെർജ് ഫെസിലിറ്റി. അപ്പം നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ പറഞ്ഞപ്പോൾ മെയിൽ മെർജ് ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഒരു ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് സെയിം ആയിട്ടുള്ള ഇൻഫർമേഷന്, സെയിം കണ്ടൻറ്റ് ഒത്തിരി പേർക്ക് അയക്കാനുള്ള സമയത്താണ് നമ്മൾ മെയിൽ മെർജ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പം വേർഡിനകത്ത് മെയിൽ മെർജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, 9ാമത്തെ പോയിന്റ്. വേർഡ് ഓൾസോ ഹാസ് ദ ഫെസിലിറ്റി ഓഫ് മാക്രോസ്. മാക്രോസ് ക്യാൻ ബി എയ്തർ അറ്റാച്ച്ഡ് ടു സം അതർ ഫങ്ഷൻ, സ്പെഷ്യൽ കീസ് ഓർ ടൂൾ ബാർ ഓർ ടു എ മെനു. അപ്പം വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന അടുത്തൊരു ഫീച്ചറാണ് മാക്രോസ്. അപ്പം മാക്രോസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റുകളെ നമ്മൾ ഒരു ബട്ടണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കീ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം കണ്ടൻറ്റ് തന്നെ എല്ലായിടത്തും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് മാക്രോസ്. അപ്പം മാക്രോസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഓൺലൈൻ ഹെൽപ്പ് ഓഫ് എനി ഓപ്ഷൻ. അപ്പോൾ എന്ത് ഓപ്ഷനിലുള്ള ഒരു ഓൺലൈൻ ഹെൽപ്പ് ഈ MS ഓഫീസിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നെക്സ്റ്റ് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി 11ാമത്തെ പോയിന്റ് നോക്കിക്കേ. ഇൻ MS വേർഡ് യു ക്യാൻ യൂസ് പാസ്വേഡ് ടു ഹെൽപ്പ് പ്രിവെൻറ്റ് അതർ പീപ്പിൾ ഫ്രം ഓപ്പണിംഗ് ഓർ മോഡിഫൈങ് യുവർ ഡോക്യുമെൻറ്റ്സ്. വി ക്യാൻ സെറ്റ് ചേഞ്ച് ആൻഡ് റിമൂവ് പാസ്വേഡ്സ് ഫോർ MS വേർഡ്. അപ്പം നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയെങ്കിൽ അത് വേറൊരു ആൾ തുറന്നു നോക്കാതെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം MS വേർഡിനകത്ത് ഉണ്ട്. അപ്പം നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മൾ തന്നെ കണ്ടാൽ മതി, വേറൊരാൾക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. ഇനി MS വേർഡിൻ്റെ അടുത്ത ഒരു ഫീച്ചറാണ് വേർഡ് ക്യാൻ സേവ് ഡോക്യുമെൻറ്റ്സ് ഇൻ വേർഡ് 97, 2003, rich text file, web page and a lot of other format. Word can save or publish documents such as PDF or XML paper specification feature that also enables you to control what to save or publish just as you do when you print. അപ്പം വേർഡിൻ്റെ അടുത്ത ഒരു ഫീച്ചറാണ് പറയുന്നത് നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ റിച്ച് ടെക്സ്റ്റ് ഫയലായിട്ടോ വെബ് പേജായിട്ടോ അല്ലെങ്കിൽ അതർ ഫോർമാറ്റിലേക്കോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. അതുപോലെ തന്നെ വേർഡിനെ PDF ആയിട്ട് ഡയറക്റ്റ് PDF ആയിട്ട് സേവ് ചെയ്യാനും XML അല്ലെങ്കിൽ XPS ഫീച്ചറുകൾ യൂസ് ചെയ്യാനുള്ള സംവിധാനം വേർഡിനുണ്ട്. അപ്പം ഈ പറഞ്ഞേക്കുന്ന 12 പോയിൻ്റാണ് MS വേർഡിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്.